നമസ്കാരം, ഋഷിഭക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ നമ്മൾ നക്ഷത്ര ഫലത്തെ അവതരിപ്പിച്ചു വരികയാണ്. 2024 പുതുവർഷത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ അവതരിപ്പിച്ചു വരികയാണ്. ഓരോ രാശിക്കൂറുകാരുടെയും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മേടം മുതൽ ചിങ്ങം വരെയുള്ള രാശിക്കാരുടെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് അതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് കന്നിക്കൂറുകാരുടെ പുതുവർഷം 2024 ഫലങ്ങളൊന്ന് നോക്കാം. കന്നിക്കൂറിൽ വരുന്നത് ഉത്രത്തിന്റെ 2, 3, 4 പാദങ്ങൾ, അത്തം ചിത്തിരയുടെ 1, 2 പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങളാണ്. പുതുവർഷ നക്ഷത്രഫലം പറയുമ്പോൾ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പറഞ്ഞതിനു ശേഷം ധനം, തൊഴിൽ, ആരോഗ്യം, കുടുംബം, വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങൾ പ്രത്യേകം ഒന്ന് പരിശോധിച്ചു പോവുകയാണ്. പൊതുവായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് ആദ്യം പരിചയപ്പെടാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. കന്നിക്കൂറുകാരുടെ പൊതുവായിട്ടുള്ള കാര്യങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് രാഹു 7ാം ഭാവത്തിലും ജന്മരാശിയിൽ കേതുവും ശനി 6ലും വ്യാഴം അഷ്ടമത്തിലുമായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത പുതുവർഷത്തിലുണ്ട്. ജീവിതത്തിൽ പൊതുവെ അച്ചടക്കം പാലിക്കുകയും ദിനചര്യ ഒന്ന് മെച്ചപ്പെടുത്തുകയും ഒക്കെ വേണ്ടതാണ്. തൊഴിലിൽ മികച്ച വിജയം നേടാൻ സാധിക്കുന്നതുമാണ്. വിദേശ ജോലിയൊക്കെ ആഗ്രഹിക്കുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അതൊക്കെ നേടാനുള്ള സാഹചര്യവുമുണ്ട്. സഹോദരങ്ങൾ, ഭാര്യ, ബന്ധുക്കൾ തുടങ്ങിയവരുമായിട്ടുള്ള ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് കന്നിക്കൂറുകാർ ശ്രദ്ധിക്കേണ്ടതുമാണ്. ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ 2024 ധനപരമായിട്ടുള്ള കാര്യങ്ങളെ ഒന്ന് പരിശോധിക്കാം. ജന്മരാശിയിൽ കേതുവും 7ാം ഭാവത്തിൽ രാഹുവും ശനി 6ലും വ്യാഴം അഷ്ടമത്തിലും ഒക്കെ ആയിട്ട് നിൽക്കുന്ന അത്ര സുഖകരമല്ലാത്ത രാശിസ്ഥിതിയാണ് വർഷാരംഭത്തിൽ. മെയ് 1 വ്യാഴം രാശി മാറി 9ാം ഭാവത്തിലേക്ക് മാറുന്നതോടുകൂടി അല്പം ആശ്വാസം ഉണ്ടാകുന്നതാണ്. അതുവരെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ അല്പം പ്രതികൂലാവസ്ഥ ഉണ്ടാകാം. മെയ് മാസം വരെ ശുക്രന്റെ അനുകൂല സ്ഥിതിയും മറ്റും സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കം പാലിച്ചാൽ അത് നന്നായി കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങളും നൽകും. നിക്ഷേപങ്ങളൊക്കെ നടത്തുമ്പോൾ അതീവ ശ്രദ്ധാലുവാകണം. മെയ് 1 ശേഷം വിജയത്തിന്റെ പുതുവഴികൾ കന്നിക്കൂറുകാർക്ക് തുറന്ന് ലഭിക്കുന്നതാണ്. ആ സമയത്ത് റിസ്ക് എടുത്ത് ബിസിനസ്സും മറ്റും ചെയ്യുന്നതും ഒക്കെ ചിലപ്പോൾ ഒരുപക്ഷെ നേട്ടങ്ങൾ നൽകിയേക്കാം. സാമ്പത്തികമായി ശക്തരാകാൻ ശ്രമിക്കാവുന്ന സമയമാണത്. അതായത് മെയ് 1 ശേഷം സാമ്പത്തികമായി മെച്ചപ്പെടും എന്ന് പറയാം. ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ തൊഴിൽപരമായിട്ടുള്ള വർഷഫലം ഒന്ന് നോക്കാം. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് രാശിയാധിപനായിട്ടുള്ള ബുധൻ തന്നെയാണ് 10ാം ഭാവാധിപൻ. തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിൽ കന്നിക്കൂറുകാർക്ക് ആശ്വാസകരമായിട്ടുള്ള വർഷം തന്നെയായിരിക്കും 2024. എന്നാൽ കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളും വന്നേക്കാം. തൊഴിലൊക്കെ സ്ഥിരമായിട്ട് നിലനിൽക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. പൊതുവെ പുരോഗതി ഉണ്ടാകുന്ന തൊഴിൽ വർഷം തന്നെയാണ്. കഠിനാധ്വാനത്തിന് മുൻഗണന നൽകുകയും തൊഴിലിൽ പൂർണ്ണ ശ്രദ്ധയൊക്കെ ചെലുത്താനും ഒക്കെ കന്നിക്കൂറുകാർക്ക് സാധിക്കുന്ന വർഷമാണ്. വർഷത്തിന്റെ ആദ്യ പകുതിയിൽ മികച്ച അവസരങ്ങളും നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകുന്നതാണ്. അത് പിന്നീടുള്ള ഭാഗത്ത് തുടർന്നു പോകുന്നതുമാണ്. എന്നാൽ തൊഴിൽ സ്ഥലത്ത് മനസ്സ് തുറന്ന് ആരോടും ഇടപെടാതെ ഇരിക്കേണ്ടതാണ്. ഒന്ന് ശ്രദ്ധിച്ച് സഹപ്രവർത്തകരുമായി വാക്കും പ്രവൃത്തിയും ഒക്കെ ഒന്ന് നിയന്ത്രിച്ച് ഇടപെടേണ്ടതാണ്. അനാവശ്യമായി മറ്റുള്ളവർ നിങ്ങളെ മുതലെടുക്കുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. അതൊക്കെ ഒന്ന് കരുതലെടുക്കുക എന്ന് മാത്രം. ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ 2024 ആരോഗ്യപരമായിട്ടുള്ള ഫലം ഒന്ന് നോക്കാം. 6ാം ഭാവത്തിൽ ശനി നിൽപ്പുണ്ട്. ശനി രോഗത്തെയൊക്കെ ഇല്ലാതാക്കുന്നതാണ്. എന്നിരുന്നാലും ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധയും ചെലുത്തേണ്ടതാണ്. 7ാം ഭാവത്തിൽ രാഹുവും ജന്മരാശിയിൽ കേതുവും നിൽക്കുന്നത് മാനസിക സംഘർഷത്തിന് ഇടയാക്കിയേക്കാം. കളത്രത്തിന് ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങളൊക്കെ ഉണ്ടാക്കിയേക്കാം. അതൊക്കെ മാനസിക സമ്മർദ്ദത്തിനും കാരണമായേക്കാം. എന്നാൽ പ്രതിരോധശേഷി വർദ്ധിച്ച് രോഗങ്ങളെയൊക്കെ സ്വയം പ്രതിരോധിച്ച് മുന്നോട്ട് പോകാൻ കന്നിക്കൂറുകാർക്ക് സാധിക്കുന്നതുമാണ്. കാലുകൾ, കണ്ണുകൾ തുടങ്ങിയ അവയവങ്ങൾക്ക് അല്പസ്വല്പമൊക്കെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, വേദനകളൊക്കെ ഉണ്ടായേക്കാം. ഉദരരോഗത്തിനും സാധ്യതയുണ്ട്. അതായത് പൊതുവെ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ വെച്ചാൽ ഈ കാര്യങ്ങളെയൊക്കെ മറികടക്കാനായിട്ട് സാധിക്കും എന്നർത്ഥം. ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ കുടുംബപരമായിട്ടുള്ള 2024 ഫലം ഒന്ന് നോക്കാം. 2024 കന്നിക്കൂറുകാരെ സംബന്ധിച്ച് കുടുംബ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ദുർബലമായിരിക്കും. വർഷാരംഭത്തിൽ 4ാം ഭാവത്തിൽ ചൊവ്വയും മറ്റുമുണ്ട്. കുടുംബാംഗങ്ങൾ തമ്മിൽ തർക്കങ്ങളൊക്കെ ഉണ്ടാകാൻ അത് കാരണമാക്കിയേക്കാം. വഴക്കുകളും പിരിമുറുക്കവും ഒക്കെ വർദ്ധിച്ചേക്കാം. വാക്കും പ്രവൃത്തിയും ഒക്കെ അതുകൊണ്ട് തന്നെ നിയന്ത്രിക്കേണ്ടതാണ്.
എന്നാൽ വർഷാരംഭത്തിന് ശേഷം ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ പ്രശ്നങ്ങളൊക്കെ പരിഹൃതമാകുന്നതാണ്. വർഷാരംഭത്തിൽ അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ കുടുംബ ബന്ധങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പിന്നീട് അങ്ങോട്ട് സാധിക്കുന്നതുമാണ്. ഏപ്രിൽ, ഓഗസ്റ്റ് എന്നീ മാസങ്ങളൊക്കെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകാതിരിക്കാൻ ഒരു കരുതലെടുക്കേണ്ട മാസങ്ങളാണ്. കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പര ഐക്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. എന്നാൽ നാം കൂടി ഒന്ന് ശ്രമിക്കേണ്ടതുമാണ്. സഹോദരങ്ങളുടെ സമീപനമൊക്കെ സ്നേഹം നിറഞ്ഞതായിരിക്കും. ബന്ധങ്ങളൊക്കെ സൗഹാർദ്ദപരമായിട്ട് പിന്നീട് അങ്ങോട്ട് തുടരാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളെ ഒന്ന് ചിന്തിക്കാം. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് 5ാം ഭാവാധിപൻ ശനിയാണ്. 2ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഏകദേശം അനുകൂല ഭാവത്തിലാണ് തുടരുന്നത്. എന്നാൽ ശനിയുടെ 6ലെ സ്ഥിതി വിദ്യാഭ്യാസ കാര്യത്തിൽ സ്വന്തം ജാഗ്രത കുറവ് നഷ്ടങ്ങൾ ഉണ്ടാക്കിയേക്കാം. എന്നാൽ വിദേശത്തൊക്കെ ഉന്നത വിദ്യാഭ്യാസത്തിന് ചേരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലം കൂടിയാണ്. തോൽവികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. അതൊക്കെ ഒന്ന് കരുതലെടുത്ത് വിദ്യാർത്ഥികളായിട്ടുള്ള കന്നിക്കൂറുകാർ കഠിനാധ്വാനം ചെയ്യേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് കന്നിക്കൂറുകാരുടെ പുതുവർഷത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ അറിവ് നൽകുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് തുലാക്കൂറുകാരുടെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.